ഹലോ കൂട്ടുകാരെ, നോക്കി ചായ മനസ്സ നോക്കൂ. ഞാൻ ഒരു കമ്പ് കൊണ്ടുവച്ച് പൊടിപ്പിച്ചതെടുത്തതാണ് കേട്ടോ എൻ്റെ വീട്ടിലെ ചായ മനസ്സ. ഇന്നൊരു തോരത്തിനുള്ള ഇല ഒന്ന് പറിച്ചാലോ? തിളന്തര നോക്കി നമുക്ക് പറിക്കാം. നമുക്ക് ഇതിലൊരു പാല് പോലെ ഒരു കറ വരും കേട്ടോ. ഇത് അരിഞ്ഞ് കണ്ടോ, പാല് പോലെ ഒരു കറ പറഞ്ഞ വെള്ളം, അത് എടുക്കാൻ പാടില്ല കേട്ടോ. അരിഞ്ഞ് കഴുകി നമുക്ക് തോരൻ വയ്ക്കാൻ എടുക്കാം. നമുക്ക് ചായ മനസ്സ ഒന്ന് കട്ട് ചെയ്തിരിക്കണേ. കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ചായ മനസ്സയും ആവശ്യത്തിന് കുറച്ച് സവാള അരിഞ്ഞത്, പിന്നെ അരപ്പിനായിട്ട് തേങ്ങ, കാന്താരി മുളക് ഒരു 5-6 ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി. ഇത് മിക്സിയിലൊന്ന് അടിച്ചിട്ട് നമുക്ക് ഇരുമ്പ് ചീനിച്ചട്ടിയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഇരുമ്പ് ചീനിച്ചട്ടി അടുപ്പ് കത്തിച്ച് എണ്ണ ഒഴിച്ച് വച്ചിരിക്കുകയാണ്. ഈ അലുമിനിയത്തിലൊന്നും ഈ ചായ മനസ്സ തോരനോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന് വെച്ചാൽ അത് കെമിക്കലാവുമെന്ന് പറയുന്നത് കേട്ടോ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. തോരനൊക്കെ നല്ലതാണ് ഉഴുന്നും പരിപ്പ്. നമുക്ക് സവാള കൂടെ എടുക്കാം. പ്രോട്ടീനുകളുടെ ഒരു കലവറ തന്നെയാണ് കേട്ടോ ഈ ചായ മനസ്സ തോരൻ. പ്രോട്ടീനുകൾ നിറയെ പ്രോട്ടീനുകളുണ്ട് ഈ തോരനിൽ കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം. ഷുഗർ, കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഈ ചായ മനസ്സ തോരൻ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഈ ചായ മനസ്സ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, കയ്പ്പൊന്നും ഇല്ല അതിന് കേട്ടോ. അത് രുചിയാണ്, എല്ലാവർക്കും കഴിക്കാം. പ്രത്യേകിച്ച് ഈ പ്രോട്ടീനുകളുടെ പ്രോട്ടീനും വിറ്റാമിൻ്റെ ഒരു കലവറ തന്നെയാണ് ഇത് കേട്ടോ. ഈ ചെടി ഒന്ന് വീട്ടിലെല്ലാവരും വച്ച് പിടിപ്പിക്കണം കേട്ടോ. കമ്പൊടിച്ച് വെച്ചാൽ തന്നെ പൊടിയണം കേട്ടോ. ഞാൻ അങ്ങനെ 2-3 കമ്പ് താഴെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് വെച്ചിരിക്കുക. ഒടിച്ചൊടിച്ച് വിട്ട് കൊടുക്കണം. ഈ ചെടി പൊക്കം വയ്ക്കാൻ അനുവദിക്കരുത്, എങ്കിൽ നമുക്ക് പറിക്കാൻ പറ്റത്തില്ല. തിലയാണ് വേണ്ടത് കൂടുതലും തോരത്തിന്. അരപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കാം. ഇളക്കിയിട്ട് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. നമ്മുടെ തോരൻ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് കൂടി കിട്ടണമെങ്കിൽ ആവശ്യാനുസരണം നിങ്ങൾക്ക് ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടി മുട്ട ചേർക്കാം. ചേർക്കാതിരിക്കാൻ ഇവിടെ മുട്ട ചേർത്തിട്ടില്ല കേട്ടോ. നോക്കൂ, അങ്ങനെ നമ്മുടെ തോരൻ. ഇവിടെ ഇരുമ്പ് ചീനിച്ചട്ടിയാണ്. ഇരുമ്പ് ചീനിച്ചട്ടി അല്ലെങ്കിൽ മൺചട്ടി ആണ് ഉണ്ടാക്കാൻ ഉപയോഗിക്കേണ്ടത്. അലുമിനിയമോ മറ്റു പാത്രങ്ങളോ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ നമ്മുടെ ചായ മനസ്സ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗാർണിഷിനായി ചായ മനസ്സ ഇലയിൽ കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് കാന്താരി മുളകും വെച്ച് ഗാർണിഷ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പ്രോട്ടീനുകളുടെ കലവറയാണ് ഈ തോരൻ, മറക്കരുത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടുത്ത ഡിഷുമായി ഞാൻ നാളെ കാണാം.